ഒന്നാമത്തെ വാക്യം വായിക്കുന്നത് എങ്ങനെയാണ്? യേശുവോ ഒലിവ് മലയിലേക്ക് പോയി. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായത്തിന്റെ 37, 38 വാക്യങ്ങൾ വായിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായത്തിന്റെ 37, 38 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു എന്തിനാണ് ഒലിവ് മലയ്ക്ക് പോയത് എവിടെ നിന്ന് വായിക്കുന്നുണ്ട്? അവൻ ദിവസേന പകൽ ദൈവാലയത്തിൽ ഉപദേശിച്ചു പോന്നു, രാത്രി ഒലിവ് മലയിൽ പോയി പാർക്കും. അപ്പോൾ രാത്രിയാവുമ്പോൾ കർത്താവ് ഒലിവ് മലയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോകുന്നു. അടുത്ത വാക്യം, ജനമെല്ലാം അവന്റെ വചനം കേൾക്കേണ്ടതിന് അധികാലത്ത് ദൈവാലയത്തിൽ ചെല്ലും. യേശു രാത്രിയിൽ ഒലിവ് മലയിലേക്ക് പോയി. സ്തോത്രം. അവിടെ താമസിക്കുവാനും തന്റെ പിതാവിനോട് രഹസ്യമായി സംസാരിക്കുവാനും താൻ അടുത്ത ദിവസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായ ശുശ്രൂഷകൾക്കുള്ളതായ ദൈവിക നിയോഗം പ്രാപിക്കുവാനായിട്ടാണ് താൻ ദൈവസന്നിധിയിൽ രാത്രി പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ടുള്ളത്. എന്നാൽ യേശുവിനെ ശിഷ്യന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ജോൺ ചാപ്റ്റർ 7 വേഴ്സ് 53 വായിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഓരോരുത്തൻ താന്റെ വീട്ടിൽ പോയി. ശിഷ്യന്മാരെല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ യേശു ഒലിവ് മലയിലേക്ക് പോകുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അധികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുക്കം വർഷങ്ങൾ മാത്രമാണ്, ഏതാണ്ട് 3.5 വർഷം മാത്രമാണ് താൻ ഈ കാലഘട്ട തന്റെ പരസ്യ ശുശ്രൂഷ നടത്തുവാനിടയായി തീർന്നത്. ഈ പരസ്യ ശുശ്രൂഷ കാലയളവില് ഒരു ദിവസം പോലും താൻ വിശ്രമിക്കാതെ അധികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ദൈവവചനം പഠിപ്പിക്കുവാൻ, ദൈവവചനത്തിൽ നിന്ന് അധികാരത്തോടെ സംസാരിക്കുവാനായിട്ടാണ് കർത്താവ് ദൈവാലയത്തിലേക്ക് ചെല്ലുവാനിടയായി തീർന്നത്. അധികാലത്ത് എന്ന് കാണിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ഡിലിജൻസിനെ കാണിക്കുന്നു, ഉത്സാഹത്തെ കാണിക്കുന്നു. അടുത്തത് കോൺസ്റ്റൻസിയെ കാണിക്കുന്നു, സ്ഥിരതയെ കാണിക്കുവാനിടയായി തീർന്നു. The third one, അസിഡ്യൂറ്റി, ശുഷ്കാന്തിയെ കാണിക്കുന്നു. അപ്പോൾ അധികാലത്ത് യേശു തമ്പുരാൻ ദൈവാലയത്തിലേക്ക് പോയത് യേശുവിന്റെ ഉത്സാഹം വെളിപ്പെടുത്തുന്നു, യേശുവിന്റെ ശുശ്രൂഷയുടെ സ്ഥിരതയെ വെളിപ്പെടുന്നു, യേശുവിന്റെ ശുശ്രൂഷയുടെ ശുഷ്കാന്തിയെ വെളിപ്പെടുത്തുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ സ്ഥിരതയുണ്ടോ എന്നുള്ളത് ഇന്ന് രാത്രിയിലും നാം പരിശോധിക്കുവാനിടയായി തീരട്ടെ. ഒരു 2020 എന്ന് പറയുന്നതായ ഒരു സംഭവ ബഹുലമായ ഒരു വർഷം കടന്നുപോയി. എന്നാൽ വ്യക്തിപരമായ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില്, വിശ്വാസ ജീവിതത്തില്, ശുശ്രൂഷ ജീവിതത്തില് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ താലന്തുകൾക്കൊത്തവണ്ണമായി നാം ഉത്സാഹത്തോടെയാണോ ഓരോ ദിവസങ്ങളില്, ഓരോ മണിക്കൂറുകളില് ദൈവസന്നിധിയിലായിരുന്നത് എന്നുള്ളത് ഇന്ന് രാത്രി പരിശോധിക്കപ്പെടേണ്ടതാണ്. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ദൈവം നമുക്ക് ദാനമായി നൽകിയ കൃപകളാ നമ്മുടെ വിശ്വാസ, നമ്മുടെ പ്രത്യാശ സ്ഥിരത ഉള്ളതായിരുന്നുവോ എന്നുള്ളതും നാം പരിശോധിക്കുന്നു പോകാനിടയായിരുന്നു. ഒരു വശത്ത് ഹല്ലേലൂയ ഒന്നിനു പിറകെ മറ്റൊന്നായി കഷ്ടതയുടെ ചക്രങ്ങളാ, ഒന്നിനു പിറകെ മറ്റൊന്നായി നമ്മുടെ ആത്മീയ ജീവിതത്തില്, നമ്മുടെ ഭൗതിക ജീവിതത്തില്, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് ശക്തമേറിയതായിട്ട് കടന്നു വരുമ്പോ ഹല്ലേലൂയ ഇന്ന് രാത്രി നാം ചിന്തിക്കേണ്ടത്, പ്രതികൂലങ്ങൾ എത്ര ഉന്നതമായിരുന്നാലും, തിരമാലകൾ എത്ര ഉന്നതമായിരുന്നാലും, സുനാമി പോലെ ഉള്ളതായ തിരമാലകൾ കടന്നു വന്നാലും നമ്മുടെ വിശ്വാസ സ്ഥിരതയുള്ളതായിരുന്നുവോ എന്നുള്ളതും ഇന്ന് രാത്രി പരിശോധിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല പ്രത്യാശ, നമ്മുടെ പ്രത്യാശ സ്ഥിരതയുള്ളതായിരുന്നോ? മൂന്നാമത് നമ്മുടെ സ്നേഹം, സഹോദരങ്ങൾ തമ്മിലുള്ള പിതാക്കളോടുള്ളതായ സ്നേഹം,
കുഞ്ഞുങ്ങളോടുള്ളതായ സ്നേഹം, ദൈവസഭയോടുള്ളതായ സ്നേഹം, ദൈവദാസന്മാരോട് ദാസിമാരോടുള്ളതായ സ്നേഹം, സർവോപരി ദൈവത്തോടുള്ളതായ സ്നേഹം, ഈ മൂന്ന് കാര്യങ്ങളിൽ നാം സ്ഥിരതയുള്ളവരായിരുന്നുവോ എന്നത് ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നാം പരിശോധിക്കപ്പെടേണ്ടതാണ്. അടുത്തത് മൂന്നാമത്തെ കാര്യം അസിഡുവിറ്റി, ശുഷ്കാന്തിയുള്ളത്. ഒന്നുകൂടെ പറഞ്ഞാൽ എരിവുള്ളതായ അനുഭവം, സലസ്. ആത്മീക കാര്യങ്ങളിൽ നാം എത്ര എരിവുള്ളവരായിരുന്നു എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. 7 ദിനരാത്രങ്ങൾ നാം ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോൾ ഒരു വർഷത്തേക്കിലും ഒരു വർഷത്തിന്റെ പുറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. വളരെ സന്തോഷകരമായി തുടങ്ങിയതായ വർഷം മാർച്ച് മാസമായതിലൂടെ കൂടിവരവുകൾ, കൂട്ടായ്മകൾ, ആരാധന ആലയങ്ങൾ അടയ്ക്കപ്പെടുവാനിടയായി തീർന്നു. വീണ്ടും ദൈവത്തിന്റെ കൃപ സൂം എന്ന പ്ലാറ്റ്ഫോമിലൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ജാഗരിക്കുവാനും ഒരു കൂട്ടായ്മയ്ക്ക് പോലും മുടക്കം വരാൻ നാം ദൈവത്തിൽ പ്രാർത്ഥിക്കുവാനും ജാഗരിക്കുവാനും കഴിഞ്ഞു. പക്ഷെ നാം ദൈവസന്നിധിയിൽ എത്ര ശുഷ്കാന്തിയുള്ളവരായിരുന്നു എന്നുള്ളത് ഈ ദിവസങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. 2021 എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമാണെന്ന് കൗലടയന്മാർ ചിലപ്പോൾ ഒരു പക്ഷെ പറഞ്ഞേക്കാം, ഫോൾസ് പ്രൊഫറ്റ്സ് പറഞ്ഞേക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഓരോ കാലങ്ങൾ കഴിയുന്തോറും വിശ്വാസത്തിന്റെ ഏറ്റക്കുറച്ചുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം എത്തിയിരിക്കുന്നത്. നമ്മളത് മറ്റാരെയും നോക്കേണ്ട ആവശ്യമില്ല, നമ്മളെ തന്നെ പരിശോധിച്ചാൽ മതി. നമ്മുടെ വിശ്വാസത്തിന്റെ ഉത്സാഹം എത്ര ആയിരുന്നു എന്നുള്ളത് നമ്മളത് നോക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരത എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് നാം പരിശോധിക്കപ്പെടണം. നമ്മുടെ ശുഷ്കാന്തി എത്രയുണ്ടായിരുന്നു എന്നുള്ളതും ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. 3 കാര്യങ്ങൾ: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 കാര്യങ്ങളും ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശോധിക്കപ്പെടേണ്ടതാ. ഇന്ന് പകലിൽ നാം കേട്ടല്ലോ, ദൈവം നമ്മോട് പറഞ്ഞത് നിലവിലേക്ക് പോകാനായിട്ടാ. യോനയോടല്ല പറഞ്ഞത്. യോന പഴയ നിയമത്തിൽ അയക്കപ്പെട്ട ഒന്നാം മിഷനറിയാ. എന്നാൽ പുതിയ നിയമത്തിൽ ഈ കാലഘട്ടത്തിലെ മിഷനറിമാരായ നമ്മളോട് ഓരോരുത്തരും ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന് ചോദിക്കാനുള്ളത്, നമ്മോട് പറഞ്ഞത് എങ്ങോട്ട് പോകുവാനായിട്ടാണ്. അടുത്തത്, നാം എങ്ങോട്ടാണ് പോയത്? നാം വഴിമാറിപ്പോയത് കൊണ്ടാണ് എന്ത് ചെയ്തത്? നാം ആയിരുന്നതായ കപ്പലിനെ പിടിച്ചു കുലുക്കുവാനിടയായി തീർന്നത്. പെന്തിക്കോസ്ത് സമൂഹം എന്ന് പറയുന്നത്, വിശ്വാസ സമൂഹം എന്ന് പറയുന്നത്, ദൈവം പറഞ്ഞതിൽ നിന്ന് വ്യതിചലിച്ചപ്പോഴാണ് ആ കപ്പലിനെ ഇളകുവാൻ ശക്തമായ കടലും ഓളങ്ങളും തിരമാലകളും കടലിൽ അഞ്ചടിക്കുവാനിടയായി തീർന്നത്. നോക്കിക്കേ, ലോകം ഇളകിയപ്പോൾ പെന്തക്കോസ്തുകാരൻ അചഞ്ചലനായി നിന്നു. വിശ്വാസമുള്ളത് കൊണ്ടല്ല, പകരം ഇതിന്റെ പരമാർത്ഥമായ കാരണക്കാരൻ തങ്ങളാണെന്നുള്ളതായ യഥാർത്ഥ കുറ്റബോധം കൊണ്ട് യോനയെ പോലെ കപ്പലിന്റെ അടിത്തട്ടിൽ അവൻ കിടന്നുറങ്ങുവാനിടയായി തീർന്നു. അതുകൊണ്ടാ പറഞ്ഞ്, എല്ലാറ്റിനും കാരണക്കാരൻ ഞാനായത് കൊണ്ട് എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടേക്കൂ എന്ന് പറഞ്ഞാൽ, ഞാൻ അവസാനിക്കുമ്പോൾ, ഞാൻ തീരുമ്പോൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ദൈവം ആഗ്രഹിച്ചത് യോനയുടെ യഥാർത്ഥ മാനസാന്തരത്തിന് വേണ്ടിയാണ്. അവൻ വിചാരിച്ചു ഈ ആഴക്കടലിൽ തന്റെ ജീവിതം അവസാനിക്കും. പക്ഷെ ദൈവത്തിന് നമ്മളെ കുറിച്ച് പദ്ധതികൾ ഉണ്ടെങ്കിൽ ഈ കൊറോണയുടെ നടുവില് ബാധിച്ച് നരകിക്കുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനകത്ത് അനുതാപത്തോടുകൂടെ ഉപവാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ഗവനമായിട്ടാണ്. വാസ്തവമായി യോനയുടെ ഉപവാസം വന്നത് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നപ്പോഴാണ്.
നമ്മളെല്ലാം ആശ്വസിച്ചു അല്ലേ? ഇയർ എൻഡിങ് ആകുമ്പോഴേക്കും കൊറോണ കുറഞ്ഞു വരുന്നു. സ്വതന്ത്രമല്ല, ഇനി ഉപവസിക്കാൻ ആവശ്യമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാ? സെന്റ് ക്രിസ്റ്റഫറിൽ കൂടാൻ പോവുക. പക്ഷേ മറ്റൊരു വകഭേദം അണിയറയിൽ ഒരുങ്ങുമ്പോ ഇന്ന് രാത്രി ദൈവാത്മാവിന് ദൈവസഭയോട് പറയുവാനുള്ളത് വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങള് തന്നെ ഇന്ന് രാത്രി കീറുവാനിടയായി തീരട്ടെ. ഇന്ന് രാത്രി നമ്മളെ തന്നെ ദൈവസഭയിൽ സമർപ്പിക്കുക. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ മുഖാന്തരമായി ഈ ലോകത്തെ സന്ദർശിക്കരുത്, ഈ ലോകത്തെ തുടരുത്. കർത്താവേ, ഈ ലോകം രക്ഷിക്കപ്പെടട്ടെ. ഈ ദൈവത്തെ അറിയാത്ത ദൈവജന ആ നിനവെ പട്ടണ രക്ഷിക്കപ്പെടട്ടെ. ഈ നിനവെ പട്ടണ ദൈവത്തെ അറിയട്ടെ. ഈ നിനവെ പട്ടണ ഹല്ലേലൂയ ഹല്ലേലൂയ ഉപവാസത്തോടുകൂടെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കുഞ്ഞുങ്ങള് ഹല്ലേലൂയ, വളർത്തുമൃഗങ്ങള് ഒരുമിച്ച് ദൈവത്തെ ഉപവസിക്കുക. ഈ ദിവസങ്ങളില് ദൈവസഭ ഒരുക്കമാണ് എങ്കിൽ ഹല്ലേലൂയ ഒരു വലിയ വിടുതല് നമുക്ക് നമ്മുടെ കണ്ണാലെ കാണുവാനിടയായി തീരും. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. മാലന്മാർ, യുവതികൾ, യുവാക്കൾ എല്ലാവരും ഈ ദിവസങ്ങൾ സ്തുതികൾക്കുള്ളതായ കുറവ് യേശുവിന്റെ രക്തദാനം. യുവാക്കന്മാരോ തപ്പ് പോകൽക്കേ നരകൈ താളമേ തോൽക്ക പോകൽക്കേ നരകൈ താളമേ താഴ്വാ വീരട്ട് മഹതമേ മഹതമേ മഹതൻ നാമതീര ആമേ മഹതമേ മഹതമേ മഹതൻ നാമതീര ഓ മഹതീര സ്വത്രയാഗതീര യോഗൻ മഹതീര സ്വത്രയാഗതീര യോഗൻ യാനാരോ. ഹല്ലേലൂയ. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവാക്കന്മാർ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. Open your mouth. I want to see. എനിക്ക് നിങ്ങൾ വായെ തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്ന കേൾക്കണം. ഹല്ലേലൂയ. സ്തുതിച്ചാട്ടെ, ഉറക്കെ സ്തുതിച്ചാട്ടെ. കുഞ്ഞുങ്ങളൊക്കെ ഉറക്കെ സ്തുതിച്ചേ. In the name of Jesus Christ. യേശുവിന്റെ രക്തത്താൽ ജയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉപവാസത്തിന്റെ പ്രാരംഭ രാത്രി ദൈവത്തിലെ എത്രത്തോളം നാം സ്തുതിക്കേണ്ടവരായിരുന്നു, േണ്ടവരായിരുന്നു, എത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവരായിരുന്നു, എത്രത്തോളം ദൈവസ്ഥലിൽ ആരാധിക്കേണ്ടവരായിരുന്നു, എത്രത്തോളം ദൈവസ്ഥൽ ഉപവസിക്കേണ്ടവരായിരുന്നു. നല്ലൊരു മാതൃക നമ്മുടെ കർത്താവ് നമുക്ക് മുമ്പാകെ വെച്ചത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഉത്സാഹം കാണിച്ചിരുന്നു. കർത്താവിന്റെ പ്രാർത്ഥന സ്ഥിരതയുള്ളതായിരുന്നു. കർത്താവ് ശുഷ്കാന്തിയുള്ളവനായിരുന്നു. ഈ ഉപവാസത്തിന്റെ പ്രാരംഭ രാത്രിയില് ഈ 3 ഗുണങ്ങളില് ഒന്നെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആദരങ്ങളെ തുറന്ന് അപ്പാ അപ്പാ അതില് പ്രതികൂലങ്ങള്, പ്രയാസങ്ങള്, നിന്ദകള്, അപമാനങ്ങള് ഏറ്റവും സ്നേഹിക്കുന്നവർ തന്നെ ഏറ്റവും വേദനയോടെ മിന്നൽ നിന്ന് കുത്തുമ്പോ, അവർക്ക് സ്നേഹം കുറഞ്ഞു വരുമ്പോ, പലരുടെ സ്നേഹം തണുത്തുറയ്ക്കുമ്പോ ഇന്ന് രാത്രി കർത്താവേ എന്നെ വിളിച്ച ദൈവമാണ്, എന്നെ തിരഞ്ഞെടുത്ത ദൈവമാണ്, എന്നെ രക്ഷിച്ച ദൈവമാണ്. ആ ദൈവത്തിന്റെ ആലോചനയ്ക്ക് മുൻപായി അടിയനെ സമർപ്പിക്കുന്ന ദൈവത്തിന്റെ പൈതലെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാ. അവൻ വാളിടേതും ദൈവമല്ല. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന ദൈവം എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നതെന്നോ? നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്കാണ്. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ഗ്ലോറി.
ഒരു മനുഷ്യൻ സർവ്വതും നേടിയാൽ തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഇന്ന് രാത്രി ദൈവസന്നിധിയിലായി ദൈവത്തിന്റെ വൈതലേ, നീ പിന്മാറിപ്പോയാ, നീ നഷ്ടപ്പെട്ടു പോയാ, നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാ, അതിന്റെ ഉത്തരവാദിത്വം നീ മാത്രമാണ്. പലരും പറയുന്നു, അവര് ചിലപ്പോൾ നമ്മളെ നിന്ദിക്കും, അപമാനം ഉണ്ടാകും. ചിലര് പറയും കഴിവില്ലാത്തവനാന്ന് പറയും, കഴിവ് കെട്ടവനാന്ന് പറയും, ബുദ്ധിയില്ലാത്തവനാന്ന് പറയും, വിവരമില്ലാത്തവനാന്ന് പറയും. പക്ഷേ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയാ നീ യാത്ര തിരിച്ചതേ എങ്കിൽ ഒരു കാര്യം പറയാ, നീ ശൂന്യതയെ കാണുന്നതേ. അടുത്ത ചുവട് വയ്ക്കുവാൻ തമ്പുരാൻ എനിക്കും നിനക്കും മധ്യേ വഴി ഒരുക്കുന്നവനായ ദൈവമാണ്. യേശുക്രിസ്തു ശക്തമായി ഉപദേശിച്ചു കൊണ്ടിരിക്കുക. ദൈവസഭ ഈ ദിവസങ്ങളില് ഉപദേശത്തിലേക്ക് മടങ്ങി വരണം. ഉപദേശത്തിന്റെ ചാഞ്ചല്യം കുടുംബങ്ങൾക്കകത്ത്, വ്യക്തി ജീവിതങ്ങൾക്കകത്ത് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ദൈവജനം മടങ്ങി വരണം. ഏത് ഉപദേശത്തിലാണോ ദൈവത്തിന്റെ വൈതലേ നീയും ഞാനും വീണ് കിടക്കുന്നത്, മാനസാന്തരപ്പെടുക. നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീ മാനസാന്തരപ്പെടുക, ഞാൻ വരികയോ, നീ കൈവിടപ്പെട്ടു പോകുകയും ചെയ്യോ. അതുകൊണ്ട് ഇന്നലകൾ നീ പ്രാപിച്ചതെന്താണ്? ഇന്നലകൾ നീ നേടിയതെന്താണ്? ഇന്നലകൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചതെന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങുവോ, മാനസാന്തരപ്പെടുക. നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ വിളക്ക് അതേ നിലയിൽ നിന്ന് നീക്കിക്കളയും. എന്തുവാ കാരണം? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. മാത്രമല്ല, കൊറോണ ലോകത്തെ വിഴുങ്ങിയപ്പോൾ നിരാശരായി, എന്താ ദൈവമേ ഇങ്ങനെ എന്ന് ദൈവത്തോട് ചോദ്യം ചോദിച്ചുകൊണ്ട്, ഇങ്ങനെയായി പോയാൽ എങ്ങനെയായി തിരിവെന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വൈതലേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് പറയാനുള്ള ആലോചന, കൊറോണ വന്നാലും കൊറോണ വന്നില്ലെങ്കിൽ ദൈവം എന്നോടും വാഗ്ദത്തം ചെയ്ത കാര്യം നിവർത്തിക്കുക. ദൈവ ശക്തനാണ്. ചന്ദ്രക്കമേശകവേദനവും പറഞ്ഞെന്നറിയാമോ? ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇന്ന് രാത്രി പറയട്ടെ, ഏത് വിഷയം ഈ ഭൂലോകത്തെ കാന്ത് തിന്നട്ടെ, പക്ഷേ ദൈവ വൈതൽ അജഞ്ചലനായി നിൽക്കും. കാരണം എന്തറിയാമോ? എന്നോടും നിന്നോടും ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ട് എങ്കിൽ, എന്നെ കുറിച്ചും നിന്നെ കുറിച്ച് ദൈവത്തിനൊരു വാർത്തയുണ്ട് എങ്കിൽ, ചിലപ്പോൾ ഇവിടെ വെച്ചായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരിടത്തായിരിക്കാം. ഒരു കാര്യം ഉറപ്പാ, ദൈവം പറഞ്ഞ് നിവർത്തിക്കുക. അവൻ ശക്തനായ ദൈവമാണ്. അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ശക്തമായ ഉപദേശങ്ങളിലേക്ക് ദൈവസഭ മടങ്ങി വരണം. എവിടെയാണോ ഉപദേശ കുറവുള്ളത് അവിടെ പിന്മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഉപദേശത്തോടെ നിൽക്കുന്നവരായി മാറട്ടെ. ദൈവിക ഉപദേശങ്ങളെ പ്രമാണിക്കാതിരിക്കരുത്. അപ്പോൾ ഉപദേശത്തിനെതിരെയാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത്, അല്ലേ? ധീരമായ തീരുമാനത്തിനെതിരെ പ്രതികൂലം ഉണ്ടാകുന്നു. ഇവിടെ പ്രതികൂലങ്ങൾ പറയുന്നത്, യേശുക്രിസ്തു ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്താണ് ഉപദേശിച്ചത്? അതിനെതിരെ പോരാട്ടം. എന്തുവാ പോരാട്ടം? ആരാ കൊണ്ടുവരുന്നത്? പരീശന്മാരും ശാസ്ത്രിമാരും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ശാസ്ത്രിമാരെന്ന് കാണപ്പെടുന്ന ഏക ഭാഗം ഇവിടെ മാത്രമാണ്. അവര് അഡൾട്ടറി ചെയ്തതായ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് യേശു ജനത്തിന്റെ പുരുഷാരത്തിന്റെ നടുവിൽ നിർത്തി, ഗുരു, ഈ സ്ത്രീയെ ഞങ്ങള് അഡൾട്ടറി ചെയ്തത് കൊണ്ട് പിടിച്ചിരിക്കുന്നു. അഡൾട്ടറി പാപമാണ്. പഴയ നിയമത്തിൽ ശക്തമായി പറയുന്നു,
Do not commit sin. Do not commit adultery. Adultery ചെയ്യരുത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ do not think about adultery in the mind. ഹൃദയത്തിൽ പോലും അഡൽട്ടറിയെ കുറിച്ച് ചിന്തിക്കരുത്. സ്തോത്രം ഹല്ലേലൂയ. പഴയ നിയമം അഡൽട്ടറി ചെയ്യരുത് എന്ന് പറയുമ്പോൾ പുതിയ നിയമം വ്യക്തമായി പറയുന്നു, ഹൃദയത്തിനകത്ത് പോലെ ആരും അറിയുന്നില്ലെങ്കിലും അറിയുന്നവനായ ഒരു തമ്പുരാനുണ്ട്. ഹൃദയത്തിലെ അന്തർഭാഗത്ത് എബ്രായലേഖനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇരുവായി തെളിയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറെ പ്രാണനെയും സദ്യമജ്ജകളെയും ആത്മാവിനെയും തുളച്ചു കയറത്തക്കവണ്ണം 139 സങ്കീർത്തനത്തിൽ 139 നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങള് ദൂരത്ത് നിറയുന്ന ദൈവം. അപ്പോൾ അഡൽട്ടറി പാപമാണ്. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രം ഹല്ലേലൂയ. ആ അഡൽട്ടറിയെ പിടിച്ചുകൊണ്ടുവന്നത് ഹൃദയത്തിൽ പോലും അഡൽട്ടറി ചെയ്യരുത്. സ്തോത്രം. എന്നിട്ട് ഇങ്ങനെയുള്ള അഡൽട്ടറി ചെയ്തതായ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുവന്ന് യേശു നടുവിൽ നിർത്തിക്കൊണ്ട് കർത്താവിനോട് അവര് പരീശന്മാരും ശാസ്ത്രിമാരും പറയുകയാണ്, ഞങ്ങൾ ഈ സ്ത്രീയെ എന്ത് ചെയ്യുന്നു? അഡൽട്ടറിയിൽ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായ പ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, ന്യായപ്രമാണം, നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ ഈ സ്ത്രീയെ കുറിച്ച് പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും, ഇവൾ വിവാഹ നിശ്ചയം ചെയ്തതായ ഒരു സ്ത്രീയാ. നിങ്ങൾ വായിക്കണ്ട ആവർത്തന പുസ്തകം 23 അധ്യായത്തിന്റെ 22 അധ്യായത്തിന്റെ 23 വാക്യം വായിക്കും. ഡ്യൂട്ടറോണമി ചാപ്റ്റർ 22 വേഴ്സ് 23 വായിക്കുമ്പോൾ, വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ത്രീ അഡൽട്ടറി ചെയ്താൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. പുതിയ നിയമസഭയാകുന്ന നാം ഓരോരുത്തരും ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നാം മാനസാന്തരപ്പെട്ടപ്പോൾ, നാം വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ, നാം സിംബോളിക് ശൈലി പറയട്ടെ, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവോട് വിവാഹ നിശ്ചയം ചെയ്ത് കഴിഞ്ഞവരാ. അപ്പോൾ ഈ സ്ത്രീ ബിട്രോവൽ കഴിഞ്ഞവളാ, വിവാഹ നിശ്ചയം കഴിഞ്ഞവളാ, പക്ഷെ മാര്യൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ യഥാർത്ഥമായാണ്, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തില് സിംബോളിസ്റ്റിൽ വിശേഷിപ്പിക്കുന്ന കുഞ്ഞാടിന്റെ ധ്യാനം വരാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ ബിട്രോവലുകാരാ, വിവാഹ നിശ്ചയം കഴിഞ്ഞവരായ അങ്ങനെയുള്ള ദൈവസഭ അനന്തരവരം കല്ലെറിഞ്ഞു കൊല്ലേണം. ഇന്ന് രാത്രി ദൈവസഭയിലായ ദൈവത്തിന്റെ പൈതലെ, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. കൊല്ലപ്പെടണം. പക്ഷേ കുഞ്ഞാടിന്റെ രക്ഷത്താൽ നമുക്ക് വേണ്ടി പിതാവിന്റെ പിതാവിന്റെ വലത് ഭാഗത്ത് നിന്ന് ഇവളെ ഞാൻ വിവാഹ നിശ്ചയം ചെയ്തതാണ്, ഇവളുടെ പാപത്തെ ക്ഷമിക്കണമേ. കുഞ്ഞാടിന്റെ രക്ഷത്താൽ 5 വഴികൾ പ്രാപിച്ച ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിക്കുന്നവരാ. ഇന്ന് രാത്രി ദൈവസഭയിലായിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ, നിന്റെ കുറവുകളെ ഏറ്റു പറയേ, നിന്റെ ബലങ്ങളെ ഏറ്റു പറയേ, നിന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കപ്പാ. ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞവളാണ്. അപ്പാ ഞാൻ വീണുപോയി, അപ്പാ ഞാൻ പതറിപ്പോയി, അപ്പാ ഞാൻ തകർന്നുപോയി. ഇപ്പോ പന്നിക്ക് പോലും പന്നിക്ക് കൊടുക്കേണ്ട വാള വരെ പോലും എനിക്ക് കിട്ടുന്നില്ല. അപ്പാ ഞാൻ
സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഇന്ന് രാത്രി ദൈവസ്ഥലം ഏറ്റു പറയേ. ഉപവാസപ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ ഇന്ന് ഉടമ്പടി ചെയ്തവനെ, ഉടമ്പടി ചെയ്തവളെ, ഇന്ന് രാത്രി ദൈവാത്മാവ് ചോദിക്കുക, നീ ഉടമ്പടി ലംഘിച്ചപ്പോ യേശുവിനെ മറന്ന, ദൈവത്തെ മറന്ന, അന്യദേവന്മാരെ സേവിച്ചപ്പോ, പണത്തെ സ്നേഹിച്ചപ്പോ, ധനത്തെ സ്നേഹിച്ചപ്പോ, വീടിനെ സ്നേഹിച്ചപ്പോ, പാരമ്പര്യത്തെ സ്നേഹിച്ചപ്പോ, ഭാര്യയെ സ്നേഹിച്ചപ്പോ, ഭർത്താവിനെ സ്നേഹിച്ചപ്പോ, ഹല്ലേലൂയ, നീ കൽപ്പന ലംഘിക്കുകയായിരുന്നു. എന്നിട്ടും നിന്നെ കല്ലെറിയപ്പെടാഞ്ഞത് ഒരുവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് കൊണ്ടാണ്. ആ യജമാനോട്, ആ യജമാനൻ തോട്ടക്കാരനോട് പറയുക, കഴിഞ്ഞ 3 വർഷമായി അല്ലയോ തോട്ടക്കാരനെ, നീ അത്തിക്ക് വെള്ളമൊഴിക്കുക, ഇതിന് തടമൊരുക്കുക, ഇതിന് വളമിടുക, പക്ഷേ ഇത് ഫലം കായ്ക്കേണ്ട വർഷമാ 3-ാം വർഷം, ഫലം കായ്ക്കുന്നില്ല. 2020 ദൈവം നിനക്ക് ദാനമായി നൽകി, പക്ഷേ ഫലം കായ്ക്കാത്തപ്പോ ഇന്ന് രാത്രി തോട്ടക്കാരോട് യജമാനൻ ചോദിക്കുക, എന്തിനാണ് ഹല്ലേലൂയ, എന്തിനാണ് ഈ നിഷ്ഫല വൃക്ഷത്തെ വെക്കുന്നത്? ഇന്ന് രാത്രി നീ എന്നോട് തന്നെ നീ ചോദിച്ചേ, ഞാൻ പ്രയോജനമുള്ള വൃക്ഷമാണോ? ഞാൻ പ്രയോജനമുള്ളതാണോ? ഞാൻ പ്രയോജനമുള്ളതാണോ? ഞാൻ പ്രയോജനമുള്ളവളാണോ? ദൈവത്തിന് ഞാൻ പ്രയോജനമുള്ളവളാണോ? ഹല്ലേലൂയ. ദൈവം നിനക്ക് നല്ല നൽകിയില്ലേ, ധനം നൽകിയില്ലേ, മാനം നൽകിയില്ലേ, പുരാതന സമ്പത്ത് നൽകിയില്ലേ, കടലിനടിയിലെ നന്മകൾ ദൈവം നിനക്ക് നൽകിയില്ലേ, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നിന്നെ ഇരുത്തിയില്ലേ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നൽകിയില്ലേ, അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ദൈവം നിന്നെ നടത്തിയില്ലേ. ഇന്ന് രാത്രി ചോദിക്കേ, ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ ചോദിക്കട്ടെ, ദൈവം നിനക്ക് നൽകുന്നതിന് പകരമായി നീ എന്താണ് കൊടുക്കുന്നത്? യേശുവിന് അന്ന് വിശന്നപ്പോ യേശു വഴിയലിയ കണ്ട കടത്തിടയ്ക്ക് കടന്നു വന്നു. ഇലയുണ്ട്, ആവശ്യത്തിന് ഇലയുണ്ട്, പക്ഷേ കാലഘട്ടം എന്ന് പറയുന്നത് തെക്കനിയുടെ കാലഘട്ടമാ. സാധാരണ കവിഞ്ഞതായ വലിപ്പമുള്ളതായ ഫലം പുറപ്പെടുവിക്കേണ്ടതായ കാട്ടത്തി ഫലം കഴിക്കേണ്ട കാലമാ, പക്ഷേ ഒരു ഫലം പോലും ഇല്ലായിരുന്നു. ഇന്ന് രാത്രി നിന്നെ തൂക്കി നോക്കുന്നു, ഉരാധന യഹോവ നിന്നെ എണ്ണി നോക്കുന്നു. ഈ രാധന ജന ഈ 2020 അവസാനത്തെ മണിക്കൂറുകളിലെ കടന്നു വരുന്ന ദൈവത്തിന്റെ സഭയെ, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ തൂക്കി നോക്കുമ്പോ ഓ, ഞാൻ നിന്നെ തൂക്കി കുറവുള്ളവരായി കണ്ടിരിക്കുന്നു. അടുത്ത പറയുന്നത് അറിയാമോ? നിന്റെ രാജ്യം പാർസികൾക്ക് മേജർക്ക് ഞാൻ കൊടുക്കും. ഇന്ന് രാത്രി യജമാനൻ പറയാ, വെട്ടിക്കളക. എന്തിനാ നില നിഷ്ഫലമാക്കുന്നത്? അനേകരെ വെട്ടി വീഴ്ത്തിയ കാലഘട്ടമല്ലേ 2020. പ്രയോജനമില്ലാത്ത അനേകരെ വെട്ടി വീഴ്ത്തിയ വർഷമാ. എന്നാ ആ കോടാലി നീ എന്ന വൃക്ഷത്തിന്റെ ചൂടിൽ വെട്ടാൻ വന്നതാ, പക്ഷേ പുത്രൻ അനുവദിക്കാഞ്ഞത്, മധ്യസ്ഥ വഹിക്കുന്ന അനുവദിക്കാഞ്ഞത്. ദൈവത്തിന് നിന്റെ പദ്ധതിയുണ്ട്. ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. അടികളെ സമ്പൂർണമായി സമർപ്പിക്കുന്ന ദൈവസഭയെ സമ്പൂർണമായി സമർപ്പിക്കും. അടികളെ കുഞ്ഞുങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്ന സമാരദൂതൻ കടന്നുപോയതാണ്. എന്നാൽ ഞങ്ങളുടെ ഭവനത്തിന്റെ മേൽ കുഞ്ഞാടിന്റെ രക്തത്താൽ പുരട്ടിയുണ്ട്. ഞങ്ങളുടെ കട്ടളപ്പടി മേൽ, ഞങ്ങളുടെ കുടുംബ
അങ്ങടെ ആടപ്പെടുന്ന കരകളെ വഹിച്ചതിനാ, അങ്ങടെ ഭുജത്തിനടിങ്ങളെ വഹിച്ചതിനാ, അങ്ങ് ഞങ്ങളെ തോൾ ചുമന്നതിനാ, സമൂഹകാലത്ത് പോലെ ആഴിലൂടെ ഞങ്ങളെ നടത്തിയതിനാ. ഈ ആണ്ടിൽ ഞങ്ങൾ ഫലം കായ്ക്കാൻ കഴിഞ്ഞില്ലപ്പാ. അങ്ങ് ഞങ്ങളെ പരിശോധിച്ചു. എല്ലാ കടന്ന ദിവസമാണ് ഞാൻ അല്പസമയം ഏറ്റവും എല്ലാ everybody close your, don't open your eyes and your eyes. ഞാൻ പറയുന്നത് ഇനി ആരും കണ്ണ് തുറക്കരുത്. everybody, all children must close your eyes. യേശുവിനെ പറഞ്ഞാൽ എല്ലാവരും sure I am not God, ഞാൻ ദൈവത്തിന് യോഗ്യനല്ല. So many things I have done the first year against the God. ദൈവത്തിനും ദൈവസഭയ്ക്കും ദൈവജനത്തിനുമെതിരെ, യേശുക്രിസ്തുവിനെതിരെ, പ്രമാണങ്ങൾക്കെതിരെ, വചനത്തിനെതിരെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്തു. I did so many things against the word of God. Submit yourself. നമ്മളത് സമർപ്പിച്ച് യേശുവേ അപ്പാ ക്ഷമിക്കണമേ. Open your mouth like a child. We need to cry and like a remission of sins. എനിക്ക് എന്റെ പാപത്തിന്റെ മോചനം ലഭിക്കുന്നത് until I got in the precious joy full of my heart. എന്റെ ഹൃദയം മുഴുവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുന്നത് പോലെ I need to feel the joyous flow of Holy Spirit. Close your eyes. Do not open. Cry. 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 Abba. Abba. ലോകത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. I did sin. Ura dana lena jana dara. I had so many sins. I began disobedient. Sometimes the Holy Spirit asked to pray, but I never did. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, go to Nineveh. I want to Tarsus. എന്നോട് സുവിശേഷം പറയാൻ പറഞ്ഞു. Close your eyes. എന്നോട് സുവിശേഷം പറയാൻ പറഞ്ഞു. Sometimes Holy Spirit said to me, pray for your friends, but I didn't do. Praise God. I became the most disobedient before Lord. Sometimes I felt that I was unworthy to be for the Lord. So many nights, so many days, I walked away from the Lord. I walked without the Lord. യേശുവില്ലാതെ ഞാൻ ഓടി, യേശുവില്ലാതെ ഞാൻ നടന്നു. ആരാധനാജന യേശുവില്ലാതെ ഞാൻ ജീവിച്ചു. But he didn't allow to cut me. വെട്ടിക്കളയാൻ ദൈവം അനുവദിച്ചില്ല. And thrown into the fire. ന്യായവിധി എന്നെ കടന്നു വരാൻ ദൈവം അനുവദിച്ചില്ല. Close your eyes. I am saying, close your eyes. Don't open. Close your head. Open
your mouth cry. My children, cry. The Lord wants to speak with you during this fasting prayer. The Lord wants to call you by our night. എല്ലാ ദിവസവും ദൈവം നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Come near to the ark of the Lord. പെട്ടകത്തിന് അടുത്തേക്ക് വാ. Eli cannot see anything. Eli cannot hear anything. ഏലിക്കൊന്നും കേൾക്കാൻ കഴിയത്തില്ല. ഏലിക്കൊന്നും കാണുവാൻ കഴിയത്തില്ല. But the young Samuel, God wants to speak with you. യൗവനരാ, ബാലനെ, ദൈവത്തിന് നിന്നെ വിളിക്കാൻ പോവുകയാ. During this fasting prayer, you should pray, Lord, I want to hear your voice. Abba, pray, cry, cry. ഓരൊക്കെ വിളിക്കുക. അപ്പാ, call your son. Take your trumpet. Call loudly. All my little children, call loudly. Abba, Father. Open your mouth. Please do not lock your mouth. Open your mouth. Open your mouth. Open your mouth. Your house fully with your sound. Your trumpet sound. Your mouth is trumpet. Praise God. God wants to speak with you. God wants to speak to you tonight during this fasting prayer. Samuel. Boraba shada baba hatuna rada ela dana jana radana chida raba pauda raba ira dala batana bala shandara bala baura veshuneta marne appa vilige oraka vilige സമൃദ്ധമായി ദൈവസഭയടികളെ സമർപ്പിക്കുന്ന ഒരു വർഷത്തിൽ ദൈവവഴിക്ക് മനോഹരമായ അനുഭവത്തിലൂടെ നടത്തി ഞങ്ങളെക്കാൾ ശക്തന്മാർ, ഞങ്ങളെക്കാൾ ആരോഗ്യമുള്ളവർ മണ്ണോടും മണ്ണായപ്പോ കൃപയാലിന്റെ കൂടെ ഞങ്ങൾക്ക് നൽകിയതിനാ ഇന്ന് രാത്രി കർത്താവേ എറിഞ്ഞു കളയേണ്ട ചില പാപങ്ങളിൽ അവശേഷിക്കുന്നു. Till you are keeping the sin which must be thrown away. പാപങ്ങളിൽ അവശേഷിക്കുന്നു. Still remaining some sins. That sin says you are mine. ആ പാപം ഇന്ന് രാത്രി നമ്മൾ പറയാ, ആ പാപം തന്റെ അവകാശം വെളിപ്പെടുത്തുകയാ. Sin which you are carrying, you are doing, that sin spoke to you. That sin claims your inheritance. You are mine. പാപം വിളിച്ചു പറയാ നീ എന്റേതാ, പാപം വിളിച്ചു പറയാ നീ എന്റേതാ.
ഇന്ന് രാത്രി ദൈവം throw not unto the wall, throw away the backside, പുറകോട്ട് എറിഞ്ഞു കളയാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കപ്പാ, പാപത്തെ എറിഞ്ഞു കളയാൻ കൃപ ആവശ്യമാ. പാപത്തെ എറിഞ്ഞു കളയാൻ കൃപ ആവശ്യമാ. യേശുവിനോട് ജീവിക്കുവാൻ കൃപ ആവശ്യമാ. യേശുവിനോട് നടക്കുവാൻ കൃപ ആവശ്യമാ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മകൾക്ക്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ മക്കൾക്ക്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ മക്കൾക്ക്. കൃപ വേണമപ്പാ, ഈ മക്കൾക്ക്. ചിലപ്പാ ഈ ദിവസങ്ങൾ അതിന്റെ മീതെ. Oh Lord, we want to become a new creator. ഞങ്ങൾക്കൊരു പുതിയ സൃഷ്ടിയാകണം അപ്പാ. I need a new creator. എനിക്കൊരു പുതിയ സൃഷ്ടിയാകണം കർത്താവേ. To renew me, എന്നെ പുതുക്കണമേ. To wash എന്റെ പാപങ്ങളെ കഴുകണമേ. രാത്രി ഒന്ന് ഏറ്റു പറയാൻ കഴിയുമോ? വിശ്വാസ പ്രാർത്ഥന പാപത്തെ ജയിക്കുന്ന സഭയായി മാറട്ടെ. പാപത്തെ ജയിക്കുന്നവരായി മാറട്ടെ. Close your eyes. Close your eyes. Please pray. Please pray. We need to conquer the sin which you are carrying. That sin says to you, you are mine. That the wages of this sin is the eternal death. The sin which you are carrying, it leads to the eternal death. Radhana jalada barakashada aradina bandanagatune. ഇന്ന് രാത്രി പ്രാർത്ഥിക്കട്ടെ. ഒരു പാപബോധം എനിക്കുണ്ടാകണം. ഹോളി സ്പിരിറ്റിൽ പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കണം. The Holy Spirit should be what's unto me, in me, and give me the convicts about the sin. പാപത്തെ കുറിച്ച് എനിക്കൊരു ബോധ്യം വരണ്ട കർത്താവേ. Then I need to the remission of sin. Then I become a new Christian. Then I want to walk with the new life to Jesus Christ. Amen. Hallelujah. Can you pray? Close your eyes. Amen. Can you pray? ചില നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ പാപങ്ങളെ കഴുകണമേ. പ്രാർത്ഥിക്കേണ്ട സമയത്ത് now our prayer becomes 2 minutes prayer. Lord wants to pray. Jesus Christ prayed the full night with God. Yes, ദൈവസന്നിധിയിൽ Jesus Christ full night പ്രാർത്ഥിച്ചു. But our prayer is only 2 minutes. Amen. Bless all the church. Amen. Amen. We need to sit before the Lord. കൂടുതൽ സമയം പ്രാർത്ഥിക്കണം. കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ആരാധിക്കുന്നവരായി മാറുവാൻ. അപ്പൊ I want to worship. I want to worship
as my fathers worshipped in the previous generation. പിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ എനിക്ക് ആരാധിക്കണം. The yearly period of the Pentecost, in the Pentecostal day, when the Holy Spirit comes upon the disciples, they worship the Lord in spirit and truth. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. I want to see your face. I want to see the glorified Jesus. I want to see the glorified Jesus. Can you pray along with me? Oh Lord, during this fasting prayer, I need to see your glorified face. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുവാൻ as it reveals Paul, John. Also, I want to see your glorified face. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായിട്ട് പാപത്തെ ജയിക്കുന്നവൻ കൈനോട് ദൈവം പറഞ്ഞു, പാപം നിന്റെ വാതിൽക്ക് കിടക്കുന്നു, നീയോ അതിനെ കീഴടക്കണം. Sin before you. You should conquer the sin. But Cain failed. Abel conquered. Like Abel, like Noah, like Abraham, like Jacob, like Moses, like Old Testament saints, like Peter, like John, like Jacob, like Paul, like New Testament saints. I must conquer the sin. പാപത്തെ ജയിച്ചടക്കണം. The very last message in 2020 to the believers of the Church of God, to conquer the sin which you are doing right now. ഇതുവരെ ചെയ്ത പാപങ്ങൾ ഏറ്റുപറയുക, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ ഏറ്റുപറയുക. രാത്രി ദൈവം പറഞ്ഞ സകല ഫലങ്ങൾ മുറുകെ പാപം വിട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. Go. ഇനി പാപം ചെയ്യരുത്. From now on, no more disobedience and gratitude. Idol worship. The time which you are, God has given to you. The last year, you spent a lot of time with the world, in world, but during this fasting and the forward 2021, today you pray, I need to spend my more times with Jesus. I must walk with Jesus. Hallelujah. Go. From now on, sin no more. ദൈവവചനം കൂടുതൽ വായിക്കുക, ദൈവവചനം കൂടുതൽ കേൾക്കുക, ദൈവവചനം ധ്യാനിക്കുക. Spend more times with the word of God during this fasting prayer.
And after the fasting prayer, more time spent with the word of God, then you will be able to a mighty warrior to fight against the world, sin, Satan. ലോകത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ശക്തനായ പോരാളിയായി മാറുവാൻ കഴിയും. That's why Paul is finally ഒടുവിൽ കർത്താവിലും അമിത ബലത്തിലും ശക്തിപ്പെടുകയും to strength in Christ. ക്രിസ്തുവിൽ ശക്തിപ്പെടുക. By the grace of കൃപയാൽ ശക്തിപ്പെടുക. പോവുക, ഇനി പാപം ചെയ്യരുത്. Close your eyes. പ്രാർത്ഥിക്കുക ദൈവസന്നിധിയിൽ.